പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ സെത്ത് റോളിൻസ്, റോമൻ റീൻസ്, CM പങ്ക് തുടങ്ങിയവരെ കെർബ് സ്റ്റോംപ് കൊടുത്ത് ആക്രമിച്ചതും റോമൻ റീൻസ് പോൾ ഹേമനെ തള്ളി മാറ്റിയതും അതെല്ലാം എന്ത് സ്റ്റോറി ലൈനിലേക്കാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ പൂർണ്ണമായി നോക്കാൻ പോകുന്നത്. മറ്റ് അപ്ഡേറ്റുകളൊന്നും റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻ്റ് ആയിട്ട് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പോയിന്റിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടി മാറിയതിന് ശേഷം റെസ്ൽമേനിയ 41 എങ്ങനെ കാണാൻ സാധിക്കും, നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴും എല്ലാ വീഡിയോകളുടെ അടിയിലും ആരാധകർ കമൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തവർക്ക് ഇന്നത്തെ റോ എപ്പിസോഡ് ലൈവായി കാണാനുള്ള വെബ്സൈറ്റുകളുടെ ലിങ്കും മറ്റ് ആപ്പുകളുടെ ലിങ്കും ഒക്കെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആ ലിങ്കുകളും ആപ്പുകൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുക. റെസ്ൽമേനിയ 41 കാണുക. ഒരിക്കലും അത് ലൈവ് കാണാതെ ഹൈലൈറ്റ്സിലേക്ക് മാത്രം മാറ്റി വെക്കരുത്. എന്തായാലും ഈ വർഷത്തെ റെസ്ൽമേനിയ നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് സമ്മാനിക്കുന്ന റെസ്ൽമേനിയകളിൽ ഒന്നായിരിക്കും. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് മാക്സിമം ആക്റ്റീവ് ആകുക. അപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് മെയിൻ ഇവൻറ്റിൽ ഇന്ന് റോയിൽ കാണാൻ സാധിച്ച ആ സെഗ്മെൻറ്റിലൂടെ എന്ത് തരത്തിലുള്ള ഒരു മെസ്സേജാണ് അവർ ഈ സ്റ്റോറി ലൈനിലേക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമുക്ക് തുടക്കത്തിലെ ആ ഒരു സെഗ്മെൻറ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ആ സെഗ്മെൻറ്റ് നമുക്ക് തുറന്ന് കാണിച്ചു തരുന്നത് ഒരു ബാക്ക് സ്റ്റേജ് ഭാഗത്തോട് കൂടിയിട്ടാണ്. പോൾ ഹേമൻ റോമൻ റീൻസിനെ കാത്തിരിക്കുന്നു. അങ്ങോട്ടേക്ക് CM പങ്ക് വന്ന് പോൾ ഹേമനോട് സംസാരിക്കുന്നു. ഇതേ സമയത്ത് റോമൻ റീൻസ് കാറിൽ നിന്ന് വരുന്നു. റോമൻ റീൻസ് പോൾ ഹേമനും CM പങ്കും ഒരുമിച്ചിരിക്കുന്നത് കാണുന്ന ആ ഒരു മൊമെൻറ്റോട് കൂടി ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ റിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ട് നടന്നു വരുന്നു. പിന്നാലെ പോൾ ഹേമനും ട്രൈബൽ ചീഫ് എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നീട് റോമൻ റീൻസും പോൾ ഹേമനും റിങ്ങിലേക്ക് വരുന്നു. എന്നിട്ട് റോമൻ റീൻസ് ആരാധകരോട് അദ്ദേഹത്തെ അക്നോളജ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ റോമൻ റീൻസ് പറയുന്ന മറ്റൊരു വാചകം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ ചതിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്, പക്ഷേ മറ്റു ചിലർ എന്നെ ചതിക്കും. അപ്പോൾ പോൾ ഹേമനോട് പിന്നീട് റോമൻ റീൻസ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ എന്നെ ചതിച്ചത് എന്നുള്ളത്. അപ്പോൾ പോൾ ഹേമൻ പറയുന്നു, ഞാൻ ചതിച്ചിട്ടില്ല, ഒരു സഹായം ഞാൻ CM പങ്കിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് തിരികെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് എന്നെയും കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സഹായം നീ ഏറ്റെടുത്തത് എന്നുള്ളത്. സർവൈവർ സീരീസിലെ മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ CM പങ്കിനെ കൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ എന്നെയും കൂടി ബാധിക്കുന്ന ഒരു സഹായം നീ എന്തിന് CM പങ്കിന് ഉറപ്പ് കൊടുത്തു എന്നുള്ളതാണ് പോൾ ഹേമനോട് റോമൻ റീൻസ് ചോദിക്കുന്നത്. ആ ഒരു സമയത്താണ് സെത്ത് റോളിൻസ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സെത്ത് റോളിൻസ് വന്നിട്ട് പറയുന്നുണ്ട്, റെസ്ൽമേനിയ 41 ആദ്യ ദിവസത്തിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മെയിൻ ഇവൻറ്റ് മത്സരം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മെയിൻ ഇവൻറ്റ് മത്സരങ്ങളിൽ ഒന്നായിരിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന റെസ്ലറായിരിക്കും കമ്പനിയുടെ ഭാവി എന്ന് പറയുന്നത്. എന്നാൽ CM പങ്കിനെ പോലെയുള്ള ഒരു താരം വിജയിച്ചാൽ അത് കമ്പനിക്ക് ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും എന്നുള്ളതും CM പങ്കിനെ ഉദ്ധരിച്ചുകൊണ്ട് സെത്ത് റോളിൻസ് പറയുന്നുണ്ട്. പിന്നീട് സെത്ത് പറയുന്നത്, റോമൻ റീൻസും CM പങ്കും ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മെയിൻ ഇവൻറ്റിൽ വിജയിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ആരും വിജയിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഈ കമ്പനിയെ താങ്ങി നിർത്തിയത് സെത്ത് റോളിൻസ് ആണെന്നും സെത്ത് പറയുന്നുണ്ട്. എന്നിട്ട് സെത്ത് ആ ഒരു ടോപ്പിക്ക് മാറ്റി നേരെ പോൾ ഹേമൻ്റെ നേർക്ക് പോകുന്നു. പോൾ ഹേമനെ കഴിഞ്ഞ ആഴ്ച ആക്രമിക്കാതിരുന്നത് അത് പോൾ ഹേമന് താൻ കൊടുത്ത ഒരു സഹായമാണെന്നുള്ളതും സെത്ത് പറയുന്നുണ്ട്. പോൾ ഹേമനെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. പോൾ ഹേമന് വേണമെങ്കിൽ CM പങ്കിൻ്റെ ആ ഒരു ഫേവർ തള്ളിക്കളയാമായിരുന്നു, പക്ഷേ CM പങ്കിൻ്റെ ഫേവർ പോൾ ഹേമൻ ചൂസ് ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ട് റോമൻ റീൻസിനേക്കാൾ പ്രാധാന്യം CM പങ്കിനെ കൊടുക്കുന്നു, അത് നീ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് റോമനോട് പോൾ ഹേമനോട് ചോദിക്കാനായിട്ട് സെത്ത് ആവശ്യപ്പെടുന്നു. അങ്ങനെ റോമൻ പോൾ ഹേമൻ്റെ അടുത്തേക്ക് തിരുന്ന ആ ഒരു സമയത്ത് അത് പോൾ ഹേമൻ എടുത്ത തീരുമാനമാണ്, ഇനി എൻ്റെ തീരുമാനം ഞാൻ പറയാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെത്ത് റോളിൻസിനെ ക്ലോസ് ലൈൻ കൊടുത്ത് ആക്രമിക്കുന്നു. അതിനുശേഷം പോൾ ഹേമനെ പിടിച്ച് തള്ളുന്ന റോമൻ്റെ മൊമെൻറ്റും കാണിക്കുന്നു. ഇതേ സമയത്ത് തന്നെ CM പങ്ക് റിങ്ങിലേക്ക് വരുന്നു. റോമൻ റീൻസുമായിട്ട് ഫൈറ്റ് ആകുന്നു. റോമൻ റീൻസിനെ ആദ്യം റിങ്ങിൻ്റെ പുറത്തേക്ക് തള്ളിയിട്ടു എന്നുണ്ടെങ്കിലും പിന്നീട് തിരിഞ്ഞ CM പങ്കിന് നേർക്ക് റോമൻ റീൻസ് സ്പിയർ ചെയ്യുന്നു. പിന്നീട് സ്റ്റീൽ ചെയർ കൊണ്ട് സെത്ത് റോമനെ പിറകിൽ നിന്ന് ആക്രമിക്കുന്നു. അതിനുശേഷം പങ്കിനെയും റോമനെയും കെർബ് സ്റ്റോംപ് കൊടുത്തുകൊണ്ട് സെത്ത് ആക്രമിക്കുന്നുണ്ട്. സെത്ത് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു നിമിഷം കാണിച്ചുകൊണ്ടാണ് റോ എപ്പിസോഡിലെ മെയിൻ ഇവൻറ്റ് സെഗ്മെൻറ്റ് അവസാനിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ റോയിലും സെത്തിന് തന്നെയായിരുന്നു ഒരു മേധാവിത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലും കാണാൻ സാധിച്ചത്. അപ്പോൾ സെത്ത് റോളിൻസിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്, റോമൻ റീൻസ്, പോൾ ഹേമൻ തുടങ്ങിയവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ റോമൻ റീൻസിൻ്റെ മാക്സിമം ശക്തി കുറക്കുക. അപ്പോൾ പോൾ ഹേമൻ റോമൻ റീൻസിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് റോമൻ റീൻസ് ഒരു സൂപ്പർ പവർ റെസ്ലറായിട്ടും
ക്യാരക്ടറായിട്ട് മാറിയത്. അത് മനസ്സിലാക്കിയ സെത്ത് റോളിൻസ് പോൾ ഹേമൻ, റോമൻ റീൻസ് ഇവർക്കിടയിൽ മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കി റോമൻ റീൻസിൻ്റെ മാക്സിമം ശക്തി കുറക്കുക. ഇതേ സമയത്ത് പങ്കിനെ മാനസികമായും ശാരീരികമായിട്ടും ആക്രമിക്കുന്ന രീതിയിലും തോൽപ്പിക്കുന്ന രീതിയിലുമുള്ള മത്സരങ്ങളിലേക്ക് സെത്ത് കടക്കുക. അങ്ങനെ റോമനും പങ്കിനെയും ഒരുമിച്ച് ഒരേ സമയത്ത് നേരിട്ടാൽ സെത്തിന് മുകളിലേക്ക് കയറി വരാൻ സാധിക്കും. കമ്പനിയുടെ ഫേസ് അത് താനാണെന്ന് സ്ഥാപിക്കാൻ സെത്തിന് സാധിക്കും. ഇതേ സമയത്ത് തന്നെ CM പങ്കും റോമൻ റീൻസും മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പോൾ ഹേമൻ സെത്തിനോട് അടുക്കുകയും പിന്നീട് നെക്സ്റ്റ് പോൾ ഹേമൻ ഗായ് എന്നുള്ളൊരു ലെവലിലേക്ക് സെത്തിന് പോൾ ഹേമൻ്റെ കൂടെ നിൽക്കാനും സാധിക്കും. അപ്പോൾ താനാണ് ഇവരെക്കാൾ കുറച്ചും കൂടി പോൾ ഹേമന് കരുതൽ കൊടുക്കുന്നത്. താൻ പോൾ ഹേമനെ ഒരിക്കലും ആക്രമിക്കില്ല അല്ലെങ്കിൽ ചതിക്കില്ല എന്നുള്ള ഒരു വിചാരം പോൾ ഹേമനിൽ ഉണ്ടാക്കി പോൾ ഹേമൻ്റെ കൂടെ സെത്ത് ചേർന്നുള്ള തന്ത്രങ്ങളാണ് നിലവിൽ റോയിൽ സെത്ത് കളിക്കുന്ന മൈൻഡ് ഗെയിം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ട് സെത്ത്, പങ്ക്, റോമൻ തുടങ്ങിയവർക്ക് തുല്യ പ്രാധാന്യത്തോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറിയും മത്സരവുമാണ് റസൽമേനിയ 41 നടക്കാൻ പോകുന്നത് എന്നുള്ളത് 101% ഉറപ്പായിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.